ശരത് സർ, യെസ് ചേച്ചി, ശ്രീറാം സർ, ഇനി നമ്മുടെ ഫ്ലോറിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. ആളെ കുറിച്ച് പറയാനാണെങ്കിൽ മമ്മിയൂർ ക്ഷേത്രത്തില് ഭക്തർക്ക് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരു പാട്ട് പാടിയിട്ടു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. ആ ചേട്ടനാണ് ഇന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വരാൻ പോകുന്നത്, കൃഷ്ണൻ ഗുരുവായൂർ. അപ്പൊ ചേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ചേട്ടാ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. നമസ്കാരം. നമസ്കാരം. എന്തൊരു ശബ്ദമാണ്, ഞെട്ടിപ്പോയി. നമസ്കാരം കൃഷ്ണൻ, ഹൗ ആർ യു? ഫൈൻ ഫൈൻ. ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? എനിക്കോ? എനിക്കും കൃഷ്ണനും തമ്മിലുള്ള ഒരു ഇതിനേക്കാളൊക്കെ വളരെ ഡൗൺ ദി മെമ്മറി ലൈൻ ഒരു ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോഗ്രാമിന് ഞാൻ ഫ്ലൂട്ടും കീബോർഡൊക്കെ വായിച്ചിട്ടുണ്ട്, ചേർന്ന് പാടിയിട്ടുണ്ട്. ഈ വൈറൽ കാലമൊക്കെ ഇപ്പോഴല്ലേ, അതിനു മുമ്പേ ഉള്ള ഒരു വൈറലായിരുന്നു. ഇന്നും അതേ വയറുണ്ട്. ഓക്കെ, നൈസ്. ചേട്ടാ, എങ്ങനെയായിരുന്നു ആ വീഡിയോ വൈറലായ ഒരു മൊമെന്റ്സ്? ഏതായിരുന്നു ആ ഒരു പാട്ട് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഓഡിയൻസിനോടും നമ്മുടെ ജഡ്ജസിനോടൊക്കെ ഒന്ന് പറയോ? തീർച്ചയായിട്ടും പറയാം. കഴിഞ്ഞ 2022 ഗുരുവായൂർ ഏകാദശി ദിവസം ഈ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തില് ഇതേ ഏകാദശി അവിടെ ആഘോഷിക്കും. അപ്പൊ അന്ന് ഒരു 3000 ആളുടെ സദ്യ. അപ്പൊ ഈ സദ്യക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അന്ന് വളരെ കുറവാണ്. അപ്പൊ ഞാനും വൈഫും മോളും ആകെ 3 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ 3000 ആളുടെ ഫുഡ് എന്ന് പറയുമ്പോ ഏകാദശി വിഭവങ്ങളാണ്. അതായത് ഗോതമ്പച്ചോറ്, ഒരു രസകാളൻ, അതുപോലെ എരിശ്ശേരി, കായവറവ്, അച്ചാറ്, ഗോതമ്പ് പായസം, ഇത്രയും വിഭവങ്ങളാണ്. അപ്പോ അന്ന് സത്യത്തിൽ സഹായിക്കാൻ ആയിട്ട് ഈ 3 ആളേ ഉള്ളൂ, ഞാനും വൈഫും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സിനകത്ത് വളരെ ദുഃഖം തോന്നിയൊരു നിമിഷമാണ്. കാരണം ഇപ്പോൾ ശ്രീറാം പറഞ്ഞ പോലെ എത്രയോ കാലം നമ്മൾ ഈ ഗാനമേള രംഗത്ത് പാടി നടന്നു, ഭക്തി ഗാനമേളകൾ കുറേ ചെയ്തു, എങ്കിലും വേണ്ട രീതിയിൽ ആ ഒരു എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടില്ല. അതെന്തോ നമ്മുടെ നിർഭാഗ്യം. അങ്ങനെ മനസ്സിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മോള് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യും, ഒരു പാട്ട് പാടും, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഗുരുവായൂർ ഏകാദശി എന്ന് തുടങ്ങുന്നൊരു പാട്ട് പാടിയത് മോള് അപ്പം തന്നെ അത് അപ്ലോഡ് ചെയ്തു ഫേസ്ബുക്കിൽ. അതൊരു 1 മണിക്കൂർ കൊണ്ട് ഇത് ഭയങ്കരമായിട്ട് വൈറലായി. എന്നെ ആദ്യം വിളിച്ചത് ശോഭ എന്ന് പറഞ്ഞ തൃശ്ശൂർ സിംഗർ അപർണ ബാലമുരളിയുടെ അവരാണ് ആദ്യം വിളിച്ചത്. കൃഷ്ണന്റെ ഈ ഒരു ഫോട്ടോ എല്ലാ ഇതിലും വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പാടിയിട്ടാണ്, കുറെ ഗ്രൂപ്പുകൾ വരുന്നുണ്ട് പറഞ്ഞു. അതങ്ങനെ അത് കഴിഞ്ഞു. അന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ കാലത്ത് വൈഫിനോട് പറഞ്ഞു, ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് വരാം. പിറ്റേ ദിവസം ഉണ്ട് ദ്വാദശി തൊട്ട് പിറ്റേ ദിവസം ഉണ്ട്. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, നീ കുറച്ചു നേരം നോക്കിക്കോ, ഞാൻ ഒന്ന് കിടന്നിട്ട് വരാൻ പറഞ്ഞു. കിടക്കാൻ വേണ്ടി വീട്ടിൽ ചെന്ന് തലയണയൊക്കെ വെച്ച് ഇങ്ങനെ വെറുതെ കിടന്നതാ. അതുമ്പോഴേക്ക് തുടങ്ങി ഫോൺ വിളി. ആരൊക്കെയാ എവിടെ നിന്നൊക്കെയാ വിളിച്ചത്, എങ്ങനെ നമ്പർ കിട്ടി അവർക്ക് ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു കഴിവല്ല, ഒരിക്കലല്ല. അത് ഗുരുവായൂരപ്പന്റെ ഒരു വാത്സല്യം, ഒരു അനുഗ്രഹം. കാരണം ആ സമയത്ത് നമ്മുടെ ആ ദുഃഖം ഭഗവാൻ അത് തീർച്ചയായിട്ടും കണ്ടറിഞ്ഞു. അപ്പൊ അതാണ് ഞാൻ ഇപ്പോഴും ആ ഈശ്വരന്റെ പാദത്തിലാണ് ഞാൻ ഇപ്പോഴും നമിക്കുന്നത്, ആ ഗുരുവായൂരപ്പന്റെ പാദത്തിലാണ്. ഗുരുവായൂരപ്പൻ മാത്രമല്ല, മമ്മീരപ്പന്. കാരണം മമ്മീരപ്പന്റെ അടുക്കളയിൽ നിന്നാണ് ഈ പാട്ട് പാടിയത്. അപ്പൊ മമ്മീരപ്പനും ഗുരുവായൂരപ്പനും നമ്മുടെ കൂടെ ഈ പാട്ട് കേൾക്കാനായിട്ട് അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടായാൽ മതി കൃഷ്ണ, വേറെ ഒന്നും വേണ്ട, നമുക്കൊക്കെ അതല്ലേ വേണ്ടത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാമോ? ശരത്തണ്ണ, ഞാനിപ്പോഴും മനസ്സിലെടുക്കുന്നത് കൃഷ്ണൻ വന്നിട്ട് പാടുമ്പോൾ നിറവാണ്. ആ സമയത്ത് ഒരു 100 ഉരുളി, ചതുശതം അതുപോലുള്ള ഹിറ്റ് സോങ്സ് ഒക്കെ വന്നിട്ട് സ്റ്റേജിൽ പാടുമ്പോൾ വളരെ മിനിമൽ ഓർക്കസ്ട്ര, ഒരു ഫ്ലൂട്ടും ഒരു ഇടയ്ക്കയും ഒക്കെ ആയിട്ട് പാടുമ്പോൾ കൃഷ്ണന്റെ സൗണ്ടാണ് അവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുക. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് കൃഷ്ണൻ പാടിക്കൊണ്ടേയിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അത് നമ്മളിപ്പോൾ ഈ പറയുന്നില്ല, ഈ എവിടെ നമ്മൾ എത്തിച്ചേർന്നു അങ്ങനെയൊന്നും ഒരു ചെറിയ സങ്കടമൊന്നും വേണ്ട. കാരണം സംഗീതം നമ്മളെ എവിടെയാണ്, സംഗീതമാകുന്ന ഒരു വലിയൊരു ഷിപ്പിനകത്ത് നമ്മളും ഒരു സൈഡിൽ ഒരു ചെറിയൊരു സീറ്റ് നമുക്കുണ്ട്. അതേ വലിയ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കുകയേ വേണ്ട, വരും തീർച്ചയായിട്ടും. അങ്ങനെയുള്ള നല്ല ചാൻസസ് എപ്പോഴും വരുന്നു തന്നെ നമുക്ക് ആഗ്രഹിക്കാം. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ദുഃഖമില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ആര് വന്നാലും ഗുരുവായൂർ വന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വന്ന് കാലിൽ വന്ന് വീഴും. അപ്പൊ എന്താ വെച്ചാൽ അങ്ങനെ ഒരു പവർ ഗുരുവായൂരപ്പൻ എന്നിൽ കൂട്ടിച്ചേർത്തു. കാരണം ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, ശ്രീരാമൻ അറിയാലോ. കുറച്ച് കാലം നമ്മുടെ സോമശേഖരൻ മാഷിൻ്റെ അടുത്ത് ഒരു 5-6 മാസമേ പോകാൻ കഴിഞ്ഞുള്ളൂ.
എങ്കിലും തുടർന്ന് പഠിക്കാൻ കഴിയില്ല. കാരണം കുറേയൊക്കെ ഈ ജീവിത പ്രാരാബ്ദങ്ങളും എല്ലാ പ്രശ്നം കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എന്നെ ഈ ഫീൽഡിൽ നിന്ന് വിടാണ്ട് എൻ്റെ ഗുരുവായൂരപ്പൻ, എൻ്റെ ഗുരുനാഥൻ എന്നാ ഞാൻ പറയാം. ഗുരുവായൂരപ്പനെ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ കൂടെ തന്നെ ഭഗവാൻ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ എന്ത് വേണം? വേറൊന്നും വേണ്ട. അതിന് കൃഷ്ണന്റെ പാട്ട് കേൾക്കാം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ വീണാധരീ ശാതോധരീ പാഹി മാം പരിപാഹി മാം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ ദേവീ മാഘാത്മ്യലഹരീലൻ മനം സർഗസാഗരമാകീണം. ദേവീ മാഘാത്മ്യലഹരീലൻ മനം സർഗസാഗരമാകീണം. നൈവേദ്യമന്ത്രാങ്കുരങ്ങളിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം. ആത്മഭുജാമുദ്രകളിൽ ദേവീ ഭാവതരംഗമുയർത്തേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ വീണാധരീ ശാതോധരീ പാഹി മാം പരിപാഹി മാം. മനോഹരം. കൃഷ്ണേട്ടാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ? അതെ അതെ അതെ. ഒരു വിന്റേജ് സൂപ്പർ സൂപ്പർ. എക്സലന്റ്. ഓക്കെ, താങ്ക് യു ചേട്ടാ നമ്മുടെ ഫ്ലോറിൽ വന്ന് നമുക്കൊരു പാട്ട് പാടി തന്നതിന്. ഇനിയും പാട്ടുകൾ പാടി ഇങ്ങനെ ഇടാ സോഷ്യൽ മീഡിയയിലൊക്കെ. ഓക്കെ, അപ്പൊ എല്ലാരോടും അന്വേഷണം പറയാം. താങ്ക് യു സോ മച്ച്.